ഹലോ, എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കെന്നോ അല്ലെങ്കിൽ ചെറിയൊരു ഫംഗ്ഷൻ മേക്കപ്പ് എന്നോ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ചെറിയ ഫംഗ്ഷനോ ചെറിയ ഒരു പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അധികം പ്രോഡക്റ്റ്സ് ഒന്നും വേണ്ട, അഫോർഡബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചിട്ട് എത്ര നീറ്റായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു മേക്കപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിവിടെ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ടായിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ടും പിമ്പിൾ മാർക്സും പിഗ്മെൻറ്റേഷനും ഒക്കെ ഒന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ച് കറക്റ്ററാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ നല്ല ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് ഫേഡ് ഔട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഈ ഓറഞ്ച് കറക്റ്റർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ പിമ്പിൾ മാർക്സ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ലിപ്പിന് ചുറ്റുമുള്ള ആ ഒരു പിഗ്മെൻറ്റേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഓറഞ്ച് കറക്റ്റർ എടുത്തിരിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫൗണ്ടേഷനാണ് കേട്ടോ. നമ്മുടെ ഫൗണ്ടേഷൻ വളരെ ലൈറ്റായിട്ട് എടുത്താൽ മതി ഫൗണ്ടേഷൻ കേട്ടോ. ഞാൻ കൂടുതലും ഫൗണ്ടേഷൻ ഇടുമ്പോൾ യൂസ് ചെയ്യുന്നത് കണ്ണിൻ്റെ ആ ഭാഗം, പിന്നെ ചുണ്ടിൻ്റെ അത്രയും ചുറ്റും അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എക്സ്ട്രാ നമ്മുടെ ഒറിജിനൽ കളറിൽ നിന്നും അത്യാവശ്യം പിഗ്മെൻറ്റേഷനായിട്ടുള്ള ഭാഗത്ത് മാത്രമാണ് ഞാൻ ഈ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ബ്ലെൻഡ് ആക്കി കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഫുള്ളി ഒരു ഈവൻ ടോൺ നമ്മുടെ ഫേസിന് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റാണ് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ എൻ്റെ ഫേസ് ഉണ്ടോ, ഫേസ് ഫുൾ ഒരേ ഒരു സ്കിൻ ടോണിലോട്ട് മാറിയില്ലേ? ഇതാണ് നമ്മൾ ചെയ്യേണ്ടതും, ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടതും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഐ മേക്കപ്പിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മാർസിൻ്റെ ഒരു ഐഷാഡോ പാലറ്റാണ് കേട്ടോ. അതിലെ ഒരു ഗ്ലിറ്ററി ഐഷാഡോ ആണ് ഞാൻ കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വളരെ ലൈറ്റായിട്ടാണ് ഐഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കണ്ണൊന്ന് എഴുതാന്നുള്ളതാണ് കേട്ടോ. കണ്ണ് എഴുതാൻ വേണ്ടി ഞാൻ ഇവിടെ എടുക്കുന്നത് L18 ഒരു ഐ പെൻസിലാണ് കേട്ടോ. ഇത് വെച്ചിട്ട് എനിക്ക് ഈ ക്യാമറ നോക്കി കണ്ണെഴുതാൻ അത്ര വശമില്ലാത്തതുകൊണ്ട് ഞാൻ കണ്ണ് എഴുതിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഐബ്രോ ഫില്ല് ചെയ്യുന്നത് എൻ്റെ കയ്യിലൊരു ബ്രഷ് ഉണ്ട്. ആ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. ഐബ്രോ ഒന്ന് എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഐബ്രോയ്ക്ക് നല്ല ഒരു ഷേപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. വളരെ ലൈറ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ മേക്കപ്പിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു ഗ്ലോയി ലുക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേസ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലാക്മേയുടെ ലൂമിലിറ്റ് ക്രീമാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൽ കുറച്ചെടുത്തിട്ട് നമ്മുടെ മേക്കപ്പ് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സ് ഉണ്ടല്ലോ അവിടെയൊക്കെ ഇത് ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് പെതുക്കെ കൈവച്ച് പെതുക്കനെ തൂത്ത് കൊടുക്കണം. അല്ല മേക്കപ്പ് പൊന്തും അതിൻ്റെ കൂടെ പോകട്ടോ. പെതുക്കെ ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് പെതുക്കെ ഒന്ന് ലൈറ്റായിട്ട് തൂത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഈ ഹൈലൈറ്റർ ഇടുന്ന സമയത്ത് പതുക്കനെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇതൊരു ക്രീം ബേസ് ആയതുകൊണ്ട് മറ്റേ മേക്കപ്പിൻ്റെ കൂടെ നമ്മൾ ഭയങ്കര പ്രഷർ കൊടുത്ത് നമ്മൾ തൂക്കുമ്പോൾ മറ്റേ മേക്കപ്പൊക്കെ അതിൻ്റെ കൂടെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കനെ ഇത് തൂത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ നമ്മുടെ ഫേസിൽ എവിടെയൊക്കെയാണോ നമുക്ക് ഈ ഒരു തിളക്കം കിട്ടേണ്ടത് ആ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ കൂടുതലും 2 കവിളിലെ നെറ്റിക്ക് മൂക്ക് പിന്നെ ഈ താടിയുടെ ആ ഭാഗം അവിടെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് പെതുക്കെ നമ്മുടെ ഈ ഫുള്ളായിട്ടൊന്ന് ചെറുതായിട്ട് എല്ലാ ഭാഗമായിട്ടൊന്നും ഇത് ബ്ലെൻഡ് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രം അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ പെതുക്കെ നമ്മുടെ ആ ഫിംഗർ വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ല സ്മൂത്ത് ആക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾ എൻ്റെ ഫേസിലോട്ട് നോക്കും, നമ്മൾ ആ ഒരു ഹൈലൈറ്റർ ക്രീം ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫേസിന് വന്ന ഒരു ചേഞ്ച് ഉണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ നമ്മുടെ ഫേസും ഓട്ടോമാറ്റിക്കലി തിളങ്ങാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചതും ഇങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കും ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകേണ്ടത് നമ്മൾ ഈ ഫേസിൽ ഇത്രയും മേക്കപ്പ് ഇട്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സെറ്റിങ്സ് പൗഡർ എടുത്തിട്ട് അതും വളരെ ലൈറ്റായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് ഇതെല്ലാം കൂടി വാരിയിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ലാസ്റ്റ് ഒരുങ്ങി ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, ഇത് മൊത്തം പൊട്ടിയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രോഡക്റ്റും വളരെ ലൈറ്റായിട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊന്ന് ഡാബ് ചെയ്ത് പെതുക്കനെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴും നമ്മുടെ ആ ഹൈലൈറ്റർ ഉണ്ടല്ലോ, നമ്മുടെ ആ ഹൈലൈറ്റർ ക്രീമിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് അപ്പോഴും കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. ഒക്കെ ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കോണ്ടോർ പാലറ്റ് ഇല്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നമ്മുടെ ഐഷാഡോ പാലറ്റ് ഇല്ലേ, അതിൽ നല്ല കോഫി ബ്രൗൺ ഷെയ്ഡോ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷെയ്ഡ് എടുത്ത് ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് വളരെ ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ബ്ലഷ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും പ്രോഡക്റ്റ് ഡയറക്റ്റ്ലി എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യരുത്. പകരം നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് ആക്കിയതിന് ശേഷം ആ കയ്യിൽ നിന്ന് വേണം ബ്രഷോ ഫിംഗറോ വെച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓവറായിട്ട് പ്രോഡക്റ്റ് നമ്മുടെ ഫേസിലോട്ട് വരത്തുമില്ല, വളരെ മിനിമലായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നിങ്ങളെൻ്റെ ഫേസ് കണ്ട അധികമായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്തതായിട്ട് തോന്നുമോ? ഇല്ല, ആ ഒരു ലുക്കാണ് എനിക്ക് ഇഷ്ടം. ഞാൻ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ള. എൻ്റെ കയ്യിൽ ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ഒരു മെറൂൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ലിപ്പ് ഫുള്ളൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറൂൺ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ലൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തായിട്ടിടുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മെറൂൺ ലിപ്സ്റ്റിക്ക് വെച്ച് ഞാൻ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇന്നർ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്ന ഈ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇത് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫേസ് ഒന്ന് ലിപ്പ് ആ ലിപ്സ്റ്റിക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടിപൊളി ഒരു ഷെയ്ഡ് കിട്ടും കേട്ടോ. അടിപൊളി ഷെയ്ഡ് കിട്ടും കേട്ടോ. ഞാൻ വിചാരിച്ച ഒരു ഷെയ്ഡ് തന്നെയാണ്. ഞാൻ വിചാരിച്ച എൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ സെൻറ്ററിലോട്ട് കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ലൈറ്റായിട്ട് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് നല്ല നീറ്റ് ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടും കേട്ടോ.
നമ്മുടെ ലിപ്പ് ഭയങ്കര അടിപൊളിയായിട്ടിരിക്കും. എനിക്കറിയത്തില്ല, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ കളർ കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാം വലിയ കാര്യത്തെ പറഞ്ഞു പോയിട്ട് ഒരു കാര്യം നമ്മൾ തെറ്റിച്ചു. എന്താണ്? മസ്കാര ഇടാൻ മറന്നുപോയി. അപ്പോൾ ഓർത്ത സമയത്ത് അതങ്ങ് അപ്ലൈ ചെയ്തേക്കാം. അപ്പോൾ മസ്കാര ഒന്ന് ഇട്ട് കൊടുക്കാം. മസ്കാര ഞാൻ എപ്പോഴും ഉപയോഗിക്കാത്തൊരു സാധനമാണ് കേട്ടോ മസ്കാര. എനിക്കറിയില്ല, കണ്ണ് എഴുതി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ തോന്നാറില്ല. അപ്പോൾ മസ്കാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മേക്കപ്പൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പൊട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു പൊട്ട് വെച്ച് കൊടുത്തു. ഇനി ഒരു കമ്മൽ വേണമല്ലേ. ഡ്രസ്സിന് മാച്ചാകുന്ന ഒരു ജിമുക്കി കമ്മലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കമ്മലാണ് ഇന്ന് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കമ്മലും ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടമായി എങ്കിൽ, ഞാൻ പറഞ്ഞു തന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ മേക്കപ്പ് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി അത്യാവശ്യമാണ് കേട്ടോ.